നല്ല കുഴപ്പമില്ല. വൺ ടൈം കൊള്ളാം. പുതിയ കുറച്ച് ആക്ടേഴ്സ് ഉണ്ട്, പുതുമുഖങ്ങൾ കൊള്ളാം. ബേസിലും സൗബിനൊക്കെ ബേസിൽ കൊള്ളാം. സ്ഥിരം നല്ല പടം നോക്കും. നല്ലത്. അജയുടെ മൂവി നൈസാണ്. ഫസ്റ്റ് ഹാഫ് എന്ന് പറയുന്നത് ഒരു സ്ലോ സ്പീഡ് പോകുമെങ്കിലും സെക്കൻഡ് ഹാഫിലോട്ട് എത്തുമ്പോൾ ഒറ്റയടിക്ക് 2x കയറുന്നുണ്ട്. ഇപ്പോൾ ബേസിൽ ശിവജിത്ത് ഇവരെല്ലാം നല്ല സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ചാന്ദിനി ആക്ട്രസ് മൂവി നൈസാണ് കേട്ടോ. നല്ല കോമഡിയാണ്, ഒരേ സമയം ഇൻവെസ്റ്റിഗേഷൻ എല്ലാം നമുക്ക് എൻഗേജിങ് ആണ്. നൈസായിട്ടുണ്ട്. ബേസിൽ സൗബിനൊക്കെ എടുത്തു പറയണം. സൗബിൻ്റെ ആക്ടിങ് ആണെങ്കിൽ സൗബിൻ ഒരു ഹാൻഡിക്യാപ്ഡ് ആയിട്ടാണ് ചെയ്യുന്നത്, ബട്ട് നല്ല പുള്ളി സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് ഉടനീളം നമ്മളിങ്ങനെ പിടിച്ചു നിർത്തും സിനിമ. ഓക്കെ, നൈസായിട്ടുണ്ട്. ഉള്ളായിരുന്നു. ഡെയ്സി ജോസഫ് ഒക്കെ ആയിരുന്നു. പിന്നെ എടുത്തു പറയേണ്ട സൗബിൻ സാഗർ ഒരു രക്ഷയില്ല, വേൾഡ് ക്ലാസ്, പറയാൻ വാക്കുകളില്ല, അത്രയും കിടിലായിട്ടുണ്ട്. പിന്നെ സൗണ്ട് ഒരു രക്ഷയില്ല, കിടിലം. പടം കൊള്ളാം. ആക്ടിങ് കൊള്ളാം. ചേട്ടാ അടിപൊളിയായിരുന്നു, നൈസ് പടമായിരുന്നു. ഈ പറഞ്ഞ പോലെ എല്ലാ ക്യാരക്ടേഴ്സും ഭയങ്കര സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ഒരാൾ മാത്രം അടിപൊളിയെന്നല്ല, അതിനകത്തുള്ള എല്ലാവരും അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഡയറക്ഷൻ, ബ്രില്യൻസ് എല്ലാം എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ല പടം. എന്തോ നല്ല ബേസിലൊക്കെ നല്ല അഭിനയമാണ്. സൗബിന് നല്ല അഭിനയം. പടം കൊള്ളാം ബ്രോ, ടെക്നിക്കലി നൈസാണ്. പിന്നെ ടെംപ്ലേറ്റ് സ്റ്റോറിയാണ്, പക്ഷെ അത് തോന്നില്ല. കാരണം ആ മേക്കിംഗ് വൈസ് വെച്ചിട്ട് അത് പുതുമയായിട്ട് നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. അടിപൊളി തിയേറ്റർ എക്സ്പീരിയൻസ് ആണ്, അടിപൊളിയാണ്. BGM ഒക്കെ സെറ്റാണ്. എല്ലാവരും മാക്സിമം തിയേറ്ററിൽ പോയി കണ്ടാൽ അടിപൊളിയായിരിക്കും. ഒരു ആ ഷാപ്പിൻ്റെ ആ ഒരു ലൊക്കേഷൻ വെച്ച് തന്നെ വരുമ്പോഴത്തേക്കും അവരാണെങ്കിൽ മൂവി എന്ന് പറഞ്ഞാൽ നമ്മളെക്കാട്ട് ഇച്ചിരി കൂടെ ഹൈപ്പാക്കി കൊണ്ടുപോകും. പക്ഷേ നമ്മൾ ആ മൂവിക്കകത്ത് എൻഗേജ് ചെയ്തിരിക്കാൻ വേണ്ടി സൗബിനാവട്ടെ, മറ്റേ ബേസിലാവട്ടെ, മറ്റേ ചെമ്പജാക്കാവട്ടെ, അവരെല്ലാവരും ആ ക്യാരക്ടർ പക്കയായിട്ടാണ് ചെയ്തു വെച്ചേക്കുന്നത്. അതിൻ്റെ കൂടെ ആ ബാക്ക്ഗ്രൗണ്ട് സ്കോറും ആ സിനിമാറ്റോഗ്രാഫി എല്ലാം പക്കയാണ്. സോ നമുക്കാണെങ്കിൽ വിചാരിക്കുന്നതിനെക്കാട്ടിയും കുറച്ചുകൂടെ ഒരു നല്ല ലെവൽ ചെയ്തിട്ടുണ്ട്. ബേസിലിൻ്റെ പിന്നെ കോമഡിയും സീരിയസും കൂടെ ഒരുമിച്ച് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ഇതില്ലേ, അതും അടിപൊളിയാണ്. സൗബിനും അടിപൊളിയായിട്ട് അഭിനയിച്ചിട്ട് എല്ലാവരെയും അടിപൊളിയായിട്ട്. അതിന് മസ്റ്റ് വാച്ച് ത്രില്ലറുമാണ്. നമുക്ക് അത്യാവശ്യം കണ്ടിരിക്കാം, നല്ല എൻഗേജ് കണ്ടിരിക്കാം. പടം എന്ന് പറയുമ്പം ഒരു വട്ടം കണ്ടിരിക്കുക, അല്ല വലിയ ഇതായിട്ടൊന്നും പറയില്ല. ഒരു ഡീസൻറ്റ് എബോ ആവറേജ് ആയിട്ടാണ് തോന്നിയത്. നമ്മൾ ഈ ട്രെയിലർ കണ്ടു വരുമ്പോൾ ആ ഒരു അത്രയ്ക്ക് ഫീലിംഗ് ഒന്നുമില്ല. ആക്ടിംഗ് ഒക്കെ സൂപ്പറായിരുന്നു, നൈസായിരുന്നു. പിന്നെ ട്വിസ്റ്റൊക്കെ കൊള്ളായിരുന്നു. പക്ഷേ എന്തോ ഒരു മിസ്സിങ് പോലെ തോന്നുന്നുണ്ട്. മ്യൂസിക്കൊക്കെ കൊള്ളാം. സൗബിൻ്റെ ആക്ടിംഗ് ഒക്കെ അടിപൊളിയാണ്. ബേസിൽ ഒരു ആവറേജാണ് തോന്നിയത്, കാരണം എല്ലാ പടത്തും ഒരേപോലെയാണ് തോന്നിയത്, വേറെ ഒരു ഡിഫറൻ്റ് ആയിട്ട് തോന്നിയിട്ടില്ല. സോ ഒരു വട്ടം കാണാം, ഒരു എബോ ആവറേജ് ഫീലാണ് തോന്നിയത്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട്. ഇത്രയും ചെറിയ ബഡ്ജറ്റിൽ ഇത്രയും കിടല മേക്കിങ്ങും നല്ല സ്റ്റോറി ടെല്ലിങ്ങും പിന്നെ ഡാർക്ക് ഹ്യൂമർ, ഈ ത്രില്ലിങ്ങിൻ്റെ ഇടയിൽ ഡാർക്ക് ഹ്യൂമറൊക്കെ വന്ന് അടിപൊളിയായിരുന്നു. ഭയങ്കര നല്ല തിയേറ്റർ വാച്ചാണ്, പ്രത്യേകിച്ച് സെക്കൻഡ് ഹാഫ്. അങ്ങോട്ട് ഒത്തില്ല എന്ന് പോലെ തോന്നി എനിക്ക്. പെർഫോമൻസ് കൊള്ളാം. സ്റ്റോറി വൈസ് എനിക്ക് അത്ര ഇഷ്ടമായില്ല, ഒരുമാതിരി കൂട്ടിയിട്ട് കത്തിച്ച പോലെ ആയിരുന്നു. പ്രാവിൻകൂടി ഷാപ്പ്, ദ ബ്രാൻഡ്, അൻവർ റഷീദിൻ്റെ പടം, ആ ഒരു ബാനറിൽ വന്ന പടം ആയതുകൊണ്ട് നമുക്ക് അത്രയും ഹൈപ്പും അത്രയും വിശ്വാസം ഉണ്ടായിരുന്നു. ആ വിശ്വാസം നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് പടം മുന്നോട്ട് പോയത്. നല്ലൊരു സിനിമ തന്നെയാണ്. കഴിഞ്ഞ വർഷം ആവേശമാണ്, ഈ വർഷം പ്രാവിൻകൂടാണ്. ഉറപ്പായിട്ട് ഹിറ്റായിരിക്കും. നല്ലൊരു സിനിമ, മസ്റ്റ് വാച്ചാണ് പടം. എല്ലാവരുടെയും ബേസിലാണെങ്കിൽ ഒരു രക്ഷയില്ലാത്ത കോമഡിയും കാര്യങ്ങളും എല്ലാം ഹ്യൂമർ സെൻസ് എല്ലാം ഓക്കെയാണ്. ചാന്ദിനി ശ്രീധരൻ്റെ ട്രാൻസ്ഫോർമേഷൻ സീനൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ എടുത്തിട്ടുണ്ട്, സൂപ്പറായിട്ട് എടുത്തിട്ടുണ്ട്. നമുക്ക് ബോറിംഗ് എന്ന് പറഞ്ഞ സാധനം ഇല്ല പടത്തിൽ, നല്ല രീതിയിൽ എടുത്തിട്ടുണ്ട്.